പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫെയ്ത്ത് ലൈറ്റ് മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ അതിമഹത്തായ പ്രവൃത്തിയും പ്രത്യാശയും അവിടുന്ന് വെളിപ്പെടുത്തിയ സ്വർഗം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പിടിപ്പുകേട് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതായ ചില ദൈവിക കൃപകളെ മടക്കിത്തരുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പിടിപ്പുകേട് കൊണ്ട്, നമ്മുടേതായ ജീവിത ശൈലി കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ദൈവിക കൃപകളെ എങ്ങനെ നമുക്ക് മടക്കി ലഭിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് ലൂക്കോസ് സുവിശേഷത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെയും അവർ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരേണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്ത് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. അവിടെ വചനം ഇങ്ങനെ മാനുഷികമായി അപ്പന്റെ വസ്തുവകകളിൽ ഓഹരി വാങ്ങി കടന്നുപോയ ഒരു മകനെ കുറിച്ചാണ് ആ വചനമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പന്റെ കയ്യിൽ നിന്ന് സ്വരൂപിച്ച നന്മയുമായി ദൂരദേശത്ത് പോയി താൻ ദുർനടപ്പ് ആചരിച്ച് തനിക്ക് കിട്ടിയ നന്മ മുഴുവനും നഷ്ടപ്പെടുത്തി കളയാൻ ഇടയായി തീർന്നു. അത് മാനുഷികമായ ചിന്തയാണ്. എന്നാൽ ആത്മീയപരമായ ചിന്ത ഞാനിവിടെ ദൈവാത്മാവിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ദൂത്, കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൽ നിന്നും നാം പ്രാപിച്ച ദൈവിക കൃപകളെ നമ്മുടെ പിടിപ്പുകേട് കൊണ്ട്, നമ്മുടെ അലക്ഷ്യത കൊണ്ട്, അത് നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ മടക്കി ലഭിക്കാൻ കഴിയും? ഇവിടെ ദുർനടപ്പാചരിച്ച മകനെ കുറിച്ച് പറയുന്നത്, അപ്പന്റെ ഓഹരിയിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ട ഓഹരി വാങ്ങി താന് ദൂരദേശത്ത് പോയി ആ നന്മ മുഴുവനും നഷ്ടപ്പെടുത്തി കളയുവാനിടയായി തീർന്നു. ആത്മീയ ദൂത്, കഴിഞ്ഞ നാളുകളിൽ നാം ദൈവസന്നിധിയിൽ കുത്തിയിരുന്ന പ്രാർത്ഥിച്ച കൃപകൾ, കൃപാവരങ്ങൾ, ദർശനങ്ങൾ, വെളിപ്പാടുകൾ പലപ്പോഴായി പല സാഹചര്യങ്ങളിലായി നമ്മുടെ പിടിപ്പുകേട് കൊണ്ട്, നമ്മുടെ അനാസ്ഥ കൊണ്ട് നമ്മിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ ഇപ്പോൾ നമുക്ക് പല കൃപകളും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ട് ആ പഴയ അനുഭവത്തിലേക്ക് ജ്വലിക്കപ്പെടാൻ കഴിയാതെ പരാജയങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ അതിനെ മടക്കിത്തരുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് നിശ്ചയമായി വെളിപ്പെടുത്തുവാനിടയായിത്തീരുന്നു. അതിനും ആധാരമായിട്ട് അതിന്റെ താഴെയുള്ള വാക്യം 17-ാം വാക്യം അതിൽ വായിക്കുന്നു. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് അവൻ പറഞ്ഞു. അവൻ അവിടെ തന്റെ ജീവിതത്തിൽ പ്രാപിച്ച കൃപകൾ അമ്പാടെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ചില സാഹചര്യങ്ങളുടെ നടുവിൽ കൃപകളും ദർശനങ്ങളും വെളിപ്പാടുകളും ഉണ്ടായിരുന്ന ആത്മീക സാന്നിധ്യവും
അമ്പയെ പരാജയപ്പെടുത്തി കളഞ്ഞ സാഹചര്യത്തിൽ ആ ധൂർത്തുപുത്രൻ തനിക്കൊരു സുബോധം വന്നു. ആ വെളിപ്പാടുണ്ടായിരുന്ന കാലത്ത്, ആ ദർശനം ഉണ്ടായിരുന്ന കാലത്ത്, ആ ദൈവകൃപയുണ്ടായിരുന്ന സമയത്ത് എന്നിൽ കൂടി എന്തൊക്കെയോ ചെയ്തെടുക്കാൻ ദൈവാത്മാവ് കൃപ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സകലതും നഷ്ടപ്പെട്ടു. സ്വയമായി പോലും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തപ്പെടുവാനിടയായി തീർന്നു. ആ ഒരു സാഹചര്യം വന്നപ്പോൾ തനിക്ക് സുബോധമുണ്ടായി. താൻ ദൈവത്തോട് ഒരു തീരുമാനമെടുക്കുന്ന അനുഭവമാണ് കാണാൻ കഴിയുന്നത്. മാനുഷികമായി നമ്മൾ ചിന്തിക്കരുത്, ആത്മീയപരമായിട്ട് നാം ചിന്തിക്കുക. സുബോധം വന്ന ധൂർത്തുപുത്രൻ ഇങ്ങനെ തീരുമാനമെടുത്തു, ഞാൻ അപ്പന്റെ അടുക്കൽ പോകും, അപ്പനോട് ഞാൻ പറയും, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന ഒരു തീരുമാനമെടുക്കും എന്ന് അവൻ തീരുമാനിച്ചു. ഞാനിവിടെ പറയുന്ന അപ്പൻ എന്ന് പറയുന്നത് സ്വർഗീയ പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. മാനുഷികമായി നമുക്ക് ജന്മം തന്ന അപ്പനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സ്വർഗീയ പിതാവിന്റെ അടുക്കൽ ധൂർത്തുപുത്രൻ ഒരു തീരുമാനമെടുത്തു. എന്റെ കൃപ നഷ്ടപ്പെട്ടു, വെളിപ്പാട് നഷ്ടപ്പെട്ടു, ദർശനം നഷ്ടപ്പെട്ടു, ആമീൻ എന്നെ കൊണ്ട് ഒന്നും സാധിക്കാൻ കഴിയുന്നില്ല എന്ന് ആമീൻ തന്റെ ഉള്ളിൽ ഒരു ബോധ്യം വന്നപ്പോൾ, ദൈവാത്മാവിൽ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായപ്പോൾ, തീരുമാനം എടുത്തവന്റെ ഹൃദയത്തെ ദൈവം കാണുവാനിടയായി തീർന്നു. തീരുമാനമെടുത്തവന്റെ ഹൃദയത്തെ ദൈവം കണ്ട് അവനു വേണ്ടി ദൈവാത്മാവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ തുടങ്ങി. തീരുമാനമെടുത്തവൻ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ തയ്യാറായി. സ്വർഗീയ പിതാവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. തീരുമാനമെടുത്തവൻ പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ തീരുമാനമെടുത്തപ്പോൾ 22-ാം വാക്യത്തിൽ വായിക്കുന്നു, അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേത്തരമായ അങ്കി കൊണ്ടുവന്ന് ആമേൻ ഇവനെ ധരിപ്പിപ്പിൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ. മടങ്ങി വരാൻ തീരുമാനിച്ചവന്റെ മേൽ ദൈവാത്മാവ് ചില അധികാരത്തെ കൈമാറ്റം ചെയ്യാൻ ദൈവം തയ്യാറായി. എപ്പോൾ മടങ്ങി വരാൻ താൻ തീരുമാനിച്ചോ, എപ്പോൾ അപ്പന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ തെറ്റുകാരനാണെന്ന് പറയും എന്ന ഒരു തീരുമാനമെടുക്കാൻ ഉള്ളിൽ ചിന്തിച്ചോ, ഓൺ ദ സ്പോട്ടിൽ സർവശക്തനായ ദൈവം തന്റെ ഹൃദയത്തിന്റെ ഉള്ളറയെ അറിയുവാനിടയായി തീർന്നു. അറിഞ്ഞ കർത്താവ് അവന് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീർന്നു. മടങ്ങി വരാൻ തയ്യാറായ ധൂർത്തുപുത്രന്റെ അല്ലെങ്കിൽ കൃപ നഷ്ടപ്പെട്ടവന്റെ, വെളിപ്പാട് നഷ്ടപ്പെട്ടവന്റെ, ദർശനം നഷ്ടപ്പെട്ടവന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് മേത്തരമായ കൃപകളെ പകരാൻ തക്കവണ്ണമിടയായി തീർന്നു. മേത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ ഉടുപ്പിക്കുവിൻ എന്ന് പറയുമ്പോൾ ആമീൻ അവന്റെ ഉണ്ടായിരുന്ന വസ്ത്രം എന്ന് പറയുന്നത് മുഷിഞ്ഞ വസ്ത്രമാണ്. ഞാനത് ആത്മീക വസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അവനിൽ ഉണ്ടായിരുന്നത് മുഷിഞ്ഞ ചിന്തയാ, ദുഷിച്ച ചിന്തയാ, വക്രതകൾ നിറഞ്ഞ ചിന്തയാ. അതിനെ മാറ്റാൻ തയ്യാറായപ്പോൾ, അതിനെ അഴിക്കാൻ തയ്യാറായപ്പോൾ ദൈവാത്മാവ് മേത്തരമായ ദർശനത്തിന്റെ അങ്കി അല്ലെങ്കിൽ തേജസ്സിന്റെ അങ്കി അവനെ ഉടുപ്പിക്കുവാനിടയായി തീർന്നു. അവന്റെ കൈക്ക് മോതിരം അണിയിച്ചു. അധികാരത്തെ കാണിക്കുക. മോതിരം അണിയിക്കുക എന്ന് പറയുമ്പോൾ അധികാരത്തെ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ചില അധികാരത്തെ, നഷ്ടപ്പെട്ട ചില കൃപകളെ ദൈവാത്മാവ് ആമേൻ വ്യക്തിയുടെ മേൽ പകരപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൂത് വിളിച്ചു പറയാം, ആമേൻ കഴിഞ്ഞ നാളുകളിൽ ആമേൻ നമ്മിൽ ഉണ്ടായിരുന്ന കൃപകൾ നഷ്ടപ്പെട്ട് ചില സാഹചര്യങ്ങളുടെ നടുവിൽ അത് പരാജയപ്പെട്ടു പോയി എങ്കിൽ, അത് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ മടങ്ങി വരാൻ ആമേൻ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാണോ? നഷ്ടപ്പെട്ടതിനെ മടക്കി തന്ന് സ്വർഗം മാനിക്കുവാനിടയായി തീരും. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ആമേ കൃപയ്ക്കായി ദർശനത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.